നമുക്കൊരു പ്രതീക്ഷ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ പടം വേറെ ലെവലിലേക്ക് മാറുന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അത് നമ്മൾ കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുമ്പോഴും ആ സീക്വൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഒരു രോമാഞ്ചകം നമുക്കും തോന്നും. അത് സിനിമയായിട്ട് വരുമ്പോൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചും കൂടി കൂടും. അപ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം കൂടും. ഈ പണ്ട് ലാലേട്ടൻ സിനിമകളൊക്കെ കാണാൻ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ശരിക്കും? ഉണ്ട് ഒരുപാട് സിനിമ കാണലും ചെറുപ്പത്തിലെ സ്കൂളൊക്കെ കട്ട് ചെയ്ത് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് സിനിമയ്ക്കൊക്കെ പോയിട്ടുള്ളതാണ്. ഈ ഫസ്റ്റ് ക്യാമറ എന്നുള്ള സംഭവത്തിനോടൊക്കെ ഒരു അടുപ്പം തോന്നാനൊക്കെ ഈ സമയത്ത് എങ്ങനെയായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഫാദറും അതുപോലെ തന്നെ മാമ്മമാരൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതായത് അമ്മയുടെ ആങ്ങളെയെല്ലാം. അപ്പോൾ അവർ വരുന്ന സമയത്ത് അന്ന് ഫിലിം ഇടുന്ന ചെറിയ ക്യാമറ കൊണ്ടുവരും. അപ്പോൾ ആ സമയത്തൊക്കെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതിലേക്ക് വരുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം യാദൃശ്യമായിട്ട് വന്നതാണ്. മീൻസ് എങ്ങനെയാ ഫസ്റ്റ് ഒരു ക്യാമറ? ഞാനൊരു ചെറിയ കോഴ്സ് ചെയ്തായിരുന്നു. കോഴ്സ് ചെയ്ത് ഗൾഫിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയായിരുന്നു നിന്നായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് അരുൺസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്യായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ നമ്മൾ സിനിമയുടെ അന്ന് കുറേ ഫോട്ടോസ് അവിടെ പ്രിൻ്റ് ചെയ്യാൻ വരും. അപ്പോൾ അതിങ്ങനെ കണ്ട് നമുക്ക് സിനിമയോട് ആവേശം കൂടി ആഗ്രഹം കൂടി. അപ്പോൾ ഫോട്ടോഗ്രാഫറായ കൊള്ളാമെന്നുള്ളൊരു തോന്നൽ വന്നു. ഫോട്ടോഗ്രാഫി ഓൾറെഡി പഠിച്ചിട്ടുണ്ടായി, പക്ഷേ പ്രിൻ്ററായിട്ട് ഗൾഫിൽ പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിന്നായിരുന്നത്. പിന്നെ ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വരട്ടെ എന്നിങ്ങനെ അവിടെ വന്നായിരുന്ന ഫോട്ടോഗ്രാഫർമാരോടും ചോദിച്ച് പിന്നെ ജയപ്രകാശ് പനീരന്നൂർ എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ അങ്ങനെ അസിസ്റ്റൻ്റായിട്ട് കയറി. പിന്നെ പുള്ളിയോട് ഒരു 4 വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പഴയ ഇത് ഇടുന്നത്. അതിൽ കുറേ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ ശരിക്കും ലൈഫ് എങ്ങനെയായിരുന്നു ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും? അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ നമുക്ക് ഏകദേശം അറിയാം. എല്ലാവരായിട്ടും നമ്മൾ മറ്റേ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണതും. കാരണം അവർ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണ് ഇതുപോലെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാറ്. അങ്ങനെ തന്നെയാണ് ഞാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നത്. പിന്നെ അവിടുന്നൊരു ജേണി. ട്രാഫിക് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ ഒരു പുതിയ സിനിമ ലാംഗ്വേജ് ആയിരുന്നു ട്രാഫിക് ഉണ്ടായത്? ട്രാഫിക് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. രാജേഷനായിട്ട് ഞാൻ ഓൾറെഡി അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് മറ്റേ ജപിച്ചണ്ടയിൽ നിന്ന് വിട്ട് ഒരു വർഷം ഗൾഫിൽ പോയായിരുന്നു. അപ്പോൾ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി പറയും എൻ്റെ സിനിമ തുടങ്ങുന്നുണ്ട്, നീ വരാണെങ്കിൽ വർക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അതുപോലെ സുഗീത് ഓർഡിനറി ഒക്കെ ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവരൊക്കെ സിനിമകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് പിന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു പോയില്ല. ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കൂടി. അത് പിന്നെ ഫസ്റ്റ് പടം ചെയ്തത് ഒരിടത്തൊരു പോസ്റ്റ്മാൻ അവാർഡാണ്. അതിന് ശേഷം രണ്ടാമത്തെ സിനിമയാണ് ട്രാഫിക്. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഏകദേശം 65 സിനിമകളായി. അല്ല ശരിക്കും ഈ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എംബറാനൊക്കെ കഴിഞ്ഞിപ്പോ ഫ്രണ്ട് സർക്കിളിലൊക്കെ പൊതുവെ ചോദ്യങ്ങൾ ഉണ്ടാവല്ലോ എംബറാന്റെ പറ്റിയിട്ടൊക്കെ. അവരോടൊക്കെ ശരിക്കും എങ്ങനെയാ? നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും, അല്ലാത്തതെല്ലാം നമ്മൾ ഗൈഡ് നോക്കിയെന്ന് വേണം. നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഓരോ സർപ്രൈസ് ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും? ഇന്ന ദിവസം ബാൻഡ് ഷൂട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ചെറിയ സർപ്രൈസുകൾ സിനിമയിൽ എന്തായാലും ഉണ്ട്. അതെല്ലാം നമ്മളും എക്സൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത്. ഈ നമ്മൾ കാണാത്ത കുറെ ഇതിൻ്റെ ഒരു ഗ്രാൻഡ്യൂർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിലറിലും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറം ശരിക്കും എംബ്രാൻ പറഞ്ഞു വെക്കുന്ന കുറച്ച് സ്കെയിൽ പരിപാടി ഉണ്ടല്ലോ മലയാള സിനിമയിൽ നിന്ന്. നമ്മൾ ഇത്രയും ഇതിൽ ചെയ്ത അല്ലെങ്കിൽ രാജേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിൽ എത്ര കുറവായിരിക്കും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. ആ രീതിയിൽ എങ്ങനെ ശരിക്കും എംബ്രാൻ ആസ് എ സിനിമ ആരാധകൻ കാത്തിരിക്കണം? അത് ഈ സിനിമയുടെ ഒരു ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല. ഇതിലെ ക്യാരക്ടർ നേരെ മാറി. മറ്റേ സ്റ്റീഫൻ നെടുമുള്ളിയല്ല, ഖുറേഷി എബ്രഹാമാണ്. അപ്പോൾ അയാളുടെ ഒരു വലുപ്പം ഈ സിനിമയുടെ വലുപ്പമായിട്ട് വരും. അയാളെ കാണിക്കുന്ന സീനുകളായാലും ആ പുള്ളിയുടെ സീക്വൻസുകളായാലും അത് കുറച്ച് വലിയ സീക്വൻസുകളും സീനുകളാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വലുപ്പമായിട്ട് തന്നെ മാറണത്. ഈ ഒരു അനൗൺസ്മെന്റ് ലുക്കിനകത്ത് ഇപ്പോൾ ഒരു എൽ ഷേപ്പിൽ ഒരു ട്രീ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്റ്റില്ലില് ശരിക്കും അതെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യും, അതായിരിക്കും നല്ലത്. അല്ല അതൊക്കെ ഈ 2 ഷെയ്ഡുള്ള ലാലേട്ടന്റെ സ്റ്റില്ലുകളൊന്നും അല്ലെ? കൗണ്ട് ഡൗൺ സ്റ്റില്ലുകളൊക്കെ ശരിക്കും ഈ ഖുറേഷി എബ്രാഹിമിന്റെ കൗണ്ട് ഡൗൺ സ്റ്റില്ലുകളൊക്കെ ഏറ്റവും ഫേവറേറ്റ് ഏതാ? എല്ലാം ഫേവറേറ്റ് തന്നെയാണ്. നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കിയിട്ടാണ് വിടണത്.
അങ്ങനെ പുള്ളിയുടെ ഖുറേഷി ഇബ്രാഹിമിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വന്ന ഒരു സ്റ്റില്ല് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റില്ലായിരുന്നു. പുള്ളിയുടെ മറ്റേ ഫേസും കണ്ണെല്ലാം ഭയങ്കര ഷാർപ്പ് ലുക്കും പരിപാടിയായിട്ടുള്ള ഒരു ഇതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൂസിഫറിൽ നമ്മൾ കാണുന്ന ആ നടന്നു വരുന്നിടത്തുണ്ടാവുന്ന ഒരു ലുക്ക് പോലത്തെ ഒരു അതുപോലത്തെ ഒരു സെയിം ആയിട്ട് വരുന്ന ഒരു ഫോട്ടോ ആണ് അത് നമ്മൾ ഇട്ടത്. ഈ ശരിക്കും പറയാം ഇപ്പൊ സ്റ്റീഫൻ നെടുമ്പള്ളി ക്യാരക്ടർ നിൽക്കുമ്പോഴും ഖുറേഷി ഇബ്രാഹിമായിട്ട് നിൽക്കുമ്പോഴും ഈ ശരിക്കും ആ നമുക്ക് സ്റ്റില്ലുകൾ മൈന്യൂട്ട് ഡിഫറൻസുകൾ ലാലേട്ടൻ കൊണ്ടുവരാറുണ്ട്. തീർച്ചയായിട്ടും അത് രണ്ട് ക്യാരക്ടറിലേക്ക് മാറുമ്പോൾ പുള്ളിയുടെ രൂപവും ഭാവമൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. അത് നമ്മൾ മൈന്യൂട്ടായിട്ട് നമ്മൾ ക്യാമറ വെച്ച് നമ്മൾ സൂമൊക്കെ ചെയ്ത് പുള്ളിയുടെ ഫേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ആയിരിക്കും ചിലപ്പോൾ. അത് ചിലപ്പോൾ ഒരു സെക്കൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാക്സിമം ആ ടൈം നമ്മൾ മിസ്സാവാതെ ക്ലിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്.